എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനോജ് പറ്റേക്കാട്. എൻ്റെ ഞാൻ പറയല്ലേ ഫുഡ് പോയ്സൺ കിട്ടിയെന്ന് എന്നൊക്കെ ഞാൻ റിക്കവറി ആയി പൂർവാധികം ശക്തിയായിട്ട് തിരിച്ചു വന്നു. മാനസികമായിട്ട് നമ്മൾ ബോൾഡാണെങ്കിൽ ഇതൊന്നൊരു വിഷയമല്ല, ഇതൊരു അവസ്ഥയിൽ ഞാൻ കയറി വന്നു. പഴയ രീതിയിൽ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് കുളിച്ച് ഫ്രഷായി എല്ലാ ഷേവിങ്ങൊക്കെ കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം, ഒരു കസവും കൊണ്ട് തന്നെ ഐശ്വര്യമായിട്ട് മേത്ത് കൂടെ പുതച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാരണം വെച്ചാൽ എപ്പോഴും നമ്മുടെ ബോഡിയായിട്ട് നമ്മുടെ ആരോഗ്യം അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളും റിലേറ്റഡ് നമ്മൾ മാനസികമായിട്ട് തകർന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതോടുകൂടി അവസാനിച്ച് പോകും. അപ്പോൾ നമ്മൾ ഹെൽത്തിനെ മാത്രം ശാരീരിക ആരോഗ്യം മാത്രം കൊണ്ടുപോകും. ശാരീരിക ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് മെൻ്റൽ ഹെൽത്തും ഉണ്ടായിരിക്കും, ഉറപ്പ് തന്നെയാണത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ അസുഖം വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിപ്പിൽ വീഴുമ്പോൾ ഇതൊരവസ്ഥ, അത് മാറി വരും. അത് നമുക്കൊരു പ്രശ്നമില്ല. എനിക്ക് 2 ദിവസം കൊണ്ട് തന്നെ ഞാനത് മാറി ഹെൽത്തി ആയതുകൊണ്ട് ഞാൻ പഴയതിലും ഉഷാറായി തിരിച്ചു വന്നു. കാരണം വെച്ചാൽ വയറൊക്കെ ഒന്ന് ക്ലിയർ ആയപ്പോൾ ഒരു 3 കിലോ കുറയുകയും ചെയ്തു. അതിലെനിക്ക് നല്ല സന്തോഷം, ദൈവത്തിനോട് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഫേസൊക്കെ ഒന്ന് നിറം വെച്ചു നന്നായിട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിലുള്ള എല്ലാ അഴുക്കുകളും പോയി ക്ലീൻ ആൻഡ് നീറ്റായി, ഞാൻ ഫ്രഷായി. അതോടൊപ്പം തന്നെ ഞാൻ വീണ്ടും ജോബിലേക്ക് തിരിച്ചിറങ്ങുകയാണ്. ഇന്ന് ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷങ്ങളാണ്, അതിന് വേണ്ടി ബാങ്കിലേക്ക് പോകണം 2 മണിക്കാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു സാധനം, ഇത് ചൂടുവെള്ളം നിറച്ച് നമ്മൾ ചൂട് പിടിക്കുന്ന ഒരു സാധനമാണ് വൈഫ് മേടിച്ചത്. ഇതൊരു ബ്രാൻഡഡ് ഒന്നല്ല, അതുകൊണ്ടാണ് ഇത് മേരോ മാർക്കില്ല. അപ്പോൾ ഞാൻ തുറക്കാൻ പറ്റാണ്ടായപ്പോൾ വൈഫ് എന്നോട് പറഞ്ഞു നിങ്ങളിതൊന്ന് തുറന്നുകാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാക്സിമം എൻ്റെ പവറൊക്കെ നോക്കി തുറന്നില്ല. ഭാഗ്യത്തിന് അത് പൊളിയാണ്ട് പോകുന്നത് ഭാഗ്യം. പിന്നെ ഞാൻ കത്തി എടുത്തുകൊണ്ടിരാൻ പറയുമ്പോഴേക്കും ഭാഗ്യത്തിന് അവളൊന്ന് തിരിച്ചതുകൊണ്ട് അത് തുറന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒരിക്കലും നമ്മൾ ഈ പ്രസ് ചെയ്ത് അടയ്ക്കുന്നതായിരിക്കില്ല. എല്ലാം ഫ്ലാസ്കുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ത്രെഡഡ് ആയിരിക്കും. കാരണം വെച്ചാൽ ചൂടുവെള്ളം നമ്മൾ മേത്ത് വീണ പൊള്ളും, അതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി അത് സേഫ്റ്റി ആയിട്ട് വെക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കുമ്പോൾ എപ്പോഴും ത്രെഡഡ് ആയിരിക്കും. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ മേടിച്ച് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. എനിക്ക് പറ്റിയൊരു അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം നൽകുന്നു. ഹാപ്പി ക്രിസ്മസ്, മെറി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. നന്ദി, നമസ്കാരം.